ഹാപ്പി ബർത്ത്ഡേ. എത്ര എത്ര വയസ്സായി? കണ്ടത്രയും ഹായ് എവരി വൺ. ഹായ്, നല്ല ശബ്ദം. ഓക്കെ, എൻ്റെ പേര് നെവിൻ. കിടക്കട്ടെ, കുറച്ച് ഡൗൺ ടു എർത്ത് ആയിക്കോട്ടെ. പിന്നെ വേദിയിലല്ലല്ലോ, പുറത്തിരിക്കുന്ന ശൈത്യയുടെ അമ്മ, ശൈത്യയുടെ ഡാഡി, പിന്നെ RJ ബിൻസിയുടെ അപ്പച്ച, ചാച്ച ഒന്ന് കൈപൊക്കി കാണിക്കൂ. കൊള്ളാം. പിന്നെ സുന്ദരിയായിട്ടുള്ള RJ ബിൻസിയുടെ എൻ്റെ സ്വന്തം മമ്മി. വാ ഇങ്ങോട്ടേക്ക്, എന്തിനാ പഠിച്ചു നിൽക്കുന്നത്? വാ വാ, സുന്ദരിയായിട്ട് അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന കണ്ടില്ലേ? വാ വാ. ഇല്ല, ഞാൻ മരിയനെ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം. വാ വാ വാ. എന്താ പറയുക, നിങ്ങളുടെ ഫാമിലീനെ പ്രൗഡ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ഹിറ്റാണ് RJ ബിൻസി. ആൻഡ് ഹാപ്പി ബർത്ത്ഡേ. എത്ര വയസ്സായി? കണ്ടത്രയും അത്ര പറയത്തില്ല, അതിൽ കൂടുതൽ പറയും. ബട്ട് യെസ്, 27 ശരിക്കും ആധാർ കാർഡിൽ നിന്നൊക്കെ മാറ്റിയോ? കറക്റ്റ് 27. ഓക്കെ, അപ്പം 27 വയസ്സ് പ്രായം പൂർത്തിയാക്കുന്ന ഓക്കെ ഓക്കെ യെസ്. എനിവേ, അതൊരു വലിയൊരു അച്ചീവ്മെന്റ് തന്നെയാണ്. ഇത്രയും ഗ്രാൻഡായിട്ടൊക്കെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന RJ ബിൻസിക്ക് എൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും. പിന്നെ 2 വാക്ക്, ഇപ്പം ഞാനാണല്ലോ, ഇനിയിപ്പം ഞാനാണ് ഇവിടുത്തെ ഇത് ചെയ്യുന്നത്, കമ്പയർ ചെയ്യുന്നത് ഞാനാണ്, ആങ്കർ ഞാനാണ്. ഇപ്പം പറയൂ, 2 വാക്ക് പറഞ്ഞാൽ മതി മകളെ പറ്റിയിട്ട്, കേട്ടോ? കൂടുതൽ പറയണ്ട. 2 വാക്കേ പറയാൻ പറഞ്ഞിട്ടുള്ളൂ. അല്ല, ആദ്യമേ നെവിനെ പറ്റി തന്നെ ഞാൻ പറയാം. പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട കാര്യമില്ല. എങ്കിലും അമ്മയ്ക്ക് ബിൻസിയെക്കാട്ടിയും കൂടുതൽ ഇഷ്ടമുള്ള ഒരാളായിരുന്നു കേട്ടോ നെവിൻ. അപ്പൊ അതാണ് നെവിനെ കുറിച്ച് പറയാനുള്ളത്. ഞങ്ങൾക്ക് എല്ലാവർക്കും, നിങ്ങൾക്കും ഒക്കെ ഇഷ്ടമുള്ള ഒരാളായിരുന്നു നെവിൻ. പിന്നെ ബിൻസിയെ പറ്റി ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. എന്താ പറയുക, ഒരുപാട് ലക്ഷ്യങ്ങളും ഒരുപാട് സങ്കല്പങ്ങളും ഒരുപാട് പ്രതീക്ഷകളും ഒക്കെ ആയിട്ട് ലക്ഷ്യത്തിലെത്താൻ വേണ്ടി നെട്ടോട്ടോടുന്ന ഒരാളാണ്. ആഗ്രഹിക്കുന്നതൊക്കെ കുറെ കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ടുള്ള പ്രയത്നത്തിലൂടെ സാധിച്ചെടുക്കുന്നുണ്ട്. ആദ്യത്തെ ബർത്ത്ഡേക്ക് മേടിച്ചാണ് ആ വാതിക്കെ കിടക്കുന്ന ബിൻസിയുടെ വണ്ടി കയറുന്നത്. ഇവളുടെ ഒറ്റ ഒരു മോട്ടിവേഷനിലാണ് ഞാൻ ബിഗ് ബോസിൽ ഇറങ്ങിയിട്ട് എൻ്റെ വണ്ടി ഞാൻ വാങ്ങിച്ചത്. നീ പറഞ്ഞില്ലേ, നീ പുറത്തിറങ്ങിയിട്ടൊരു വണ്ടി വാങ്ങിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര മോട്ടിവേഷൻ ആയിരുന്നു. സോ യെസ്, ഞാൻ ആദ്യം തന്നെ വിളിച്ച് പറയുകയും ചെയ്തില്ലായിരുന്നു. യെസ്. പിന്നെ ഒരാള് നന്നാകുന്നതും കൂടിയായിട്ട് ഇഷ്ടമുള്ള ഒരാളാട്ടോ, അത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. നല്ല മോട്ടിവേഷനാണ്. ഓക്കെ, ബാക്കിയുള്ള പറഞ്ഞോളൂ.